നമസ്കാരം. വോയിസ് ഓഫ് പീപ്പിളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ? അസോസിയേറ്റ് സ്പോൺസേഡ് ബൈ ശ്രീ നാരായണ ആയുർവേദിക് ഹോസ്പിറ്റൽ കളിയിക്കവിള, രത്നകല ഫാഷൻ ജ്വല്ലറി, ഡോക്ടർ സാരദാസ് ബ്യൂട്ടി കെയർ കളിയിക്കവിള, പ്രഫ ട്രേഡേഴ്സ് ഉദ്യാൻകുളങ്ങര, മാജിൻ ഫ്രീ ആൻഡ് ഫുഡ് വെയർ നെയ്യാറ്റിൻകര. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇതുവരെ വന്നില്ല. രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരാണ്. രാത്രി 9 മണി കഴിഞ്ഞ് പോകരുത്. നമ്മൾ ഒറ്റയ്ക്കായാലും നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ പോകുമ്പോൾ ഒറ്റയ്ക്ക് ആരും സുരക്ഷിതരല്ല. അല്ല, സ്ത്രീകൾ സുരക്ഷിതരല്ല. അതിനെന്തെങ്കിലും നമ്മുടെ സർക്കാർ എന്തെങ്കിലും ചെയ്താൽ ശരിയാകും? സർക്കാരല്ല, അവനവൻ തന്നെ ചെയ്യണം. അവനവൻ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായി. അപ്പോൾ നമുക്ക് നൈറ്റ് ഒരു യാത്ര വന്നാൽ നമുക്ക് പോകേണ്ട വരുന്നിടത്ത് നമ്മൾ ആരെങ്കിലും വിളിച്ച് കെയർ ചെയ്തോണം. നമ്മളെ തന്നെ അവനോൻ ശ്രദ്ധിച്ചോണം. പെട്ടുപോയാൽ നമ്മൾ ഇപ്പം ഇതൊക്കെ ഉണ്ടല്ലോ, 112 വിളിക്കാം, എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടല്ലോ, അത് വെച്ച് ഉപയോഗിക്കാമല്ലോ. പോലീസിനെ വിളിച്ചാലേ 112 വിളിച്ചാൽ അപ്പം തന്നെ അവർ വരും. സർക്കാർ അവൈലബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. സർക്കാരെന്നല്ല, നമ്മൾ അവനോൻ ഇപ്പം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തീരുമാനിക്കുക. അധികം യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ചിലപ്പോൾ റേഞ്ച് ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ നമ്മളിവിടെ ഈ സിറ്റിയിലല്ലേ, സിറ്റിയിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ട് ഇല്ല. അല്ല, പുറമെ പോയാൽ അവനോൻ കെയർ ആയിട്ട് പോവുക, ഒറ്റയ്ക്ക് പോകരുത്. സ്ത്രീകൾ എവിടെ പോയാലും സുരക്ഷിതരാണ്? ഒരിക്കലും അല്ല. അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു ഫ്രീഡം ആയിട്ട് നടക്കാൻ പറ്റുന്നില്ലല്ലോ, പേടിച്ചിട്ടല്ലേ നമ്മൾ നടക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് സർക്കാർ കുറെ ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ? അതിലൊക്കെ പണ്ടത്തെക്കാട്ടിലും ഇപ്പം കുറച്ചുകൂടെ മെച്ചപ്പെട്ട ബെറ്റർ ആയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് സർക്കാരിൽ നിന്ന് കുറെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടോ നമുക്ക് ലേഡീസിന്റെ കാര്യത്തിൽ? അതെ, പിങ്ക് പോലീസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പം. അതുകൊണ്ട് അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ അതിൽ കുറച്ച് നമുക്ക് സെക്യൂരിറ്റി കിട്ടുന്നുണ്ടെന്നാണ് പണ്ടത്തേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ കുറച്ചുകൂടെ സെക്യൂർ ആണെന്ന് തോന്നുന്നു. സുരക്ഷിതരാണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ ഈ വലിയ കുഴപ്പമില്ല. കുറച്ച് എന്തെങ്കിലും മെച്ചപ്പെടാൻ പറ്റുമോ? ഇതിൽ നിന്ന് എന്തെങ്കിലും മെച്ചപ്പെടുത്താൻ ശ്രമിച്ചാൽ നടക്കും. സർക്കാരാണോ? സർക്കാർ ശ്രമിച്ചാൽ നടക്കും. സർക്കാർ നടക്കുന്ന കാര്യം മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല. സുരക്ഷിതരല്ല എന്ന് വേണം പറയാൻ. അല്ല, ഒരു ഭയമാണ്. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ട് നമ്മളെ ചുറ്റുപാടും നടക്കുന്ന ഓരോ സംഭവങ്ങൾ തന്നെയാണ് കാരണം. നമ്മൾ കണ്ടില്ലെങ്കിലും കേൾക്കുകയല്ലേ ഓരോ സ്ഥലത്ത് ഓരോന്നും നടക്കുന്നത്, ഓരോ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോഴും അതും എപ്പോഴായിരുന്നാലും നമ്മുടെ ചുറ്റുപാടും അത് നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് സ്ത്രീകൾ ഇറങ്ങി നടക്കാതിരിക്കുന്നതാണ് നല്ലത്. പേടിയുണ്ട്. ഇപ്പം നമ്മൾ ചാനലിലൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ ഒരുപാട് കാര്യങ്ങളൊക്കെ, അതൊക്കെ തന്നെയാണ് പേടി. സ്വന്തം മക്കളെ അമ്മമാർ പറഞ്ഞ് മനസ്സിലാക്കി സമൂഹത്തിൽ ഇങ്ങനെയാണ് ഓരോ പെൺകുട്ടികളുടെയും പ്രശ്നങ്ങളും എല്ലാം അമ്മമാർ പറഞ്ഞ് മനസ്സിലാക്കി ഒരു നല്ല സമൂഹത്തിന് സ്ഥാനത്ത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മോനെ ഇപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് പെൺകുട്ടികളെ സുരക്ഷിതരല്ല, നിൻ്റെ അനിയത്തിയെ നോക്കുമ്പോൾ തന്നെയാണ് മറ്റുള്ള പെൺകുട്ടികളെ നോക്കണം. ആ ഒരു രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ എനിക്ക് തോന്നുന്നില്ല സേഫാണോ. ഫ്രണ്ട്സുമായിട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ബട്ട് ഒറ്റയ്ക്ക് എനിക്ക് ധൈര്യമില്ല. അല്ല, എന്തെങ്കിലും എല്ലാ ഗേൾസിൻ്റെ ലൈഫിൽ ഒരു പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അതുകൊണ്ട് സേഫ് ആണെങ്കിലും നമ്മുടെ ഉള്ളിൽ അങ്ങനൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും. അത് ലേഡീസിൻ്റെ മാത്രം ഒരു ഇതാണ് അല്ല, ബോയ്സിനെതിരെയും ഇങ്ങനെ വരുന്നുണ്ട്. ബട്ട് ഏറ്റവും കൂടുതലും ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ ബോധത്തിൽ ചെയ്യുന്നതായിരിക്കത്തില്ല, അബോധാവസ്ഥയിൽ ചെയ്യുന്നതും ഉണ്ട്. അപ്പം അതും കുറച്ച് കഴിഞ്ഞാൽ ഒരുവിധം കൂടുതൽ ഈ യങ്സ്റ്റേഴ്സിനെക്കാളും കുറച്ച് പ്രായമായവരാണ് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ഇൻസിഡൻസ് ഒക്കെ വന്ന് പറയുന്ന ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും. ഇപ്പോൾ ഈ ഒരു ജനറേഷനിനോട് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് ആദ്യം ഒരു ഫണ്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് അതിന് വേണ്ടിയിട്ട് അവർ തുടങ്ങുന്നത്. പക്ഷെ അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കാണ് അതിൻ്റെ കൂടുന്നത്. ലേഡീസിന് ഇത് നമുക്കൊരു ബാധ്യതയാണ്, കഷ്ടമാണ് ആണ്. കുടിച്ചുകൊണ്ടൊക്കെ കിടക്കുന്ന അവരൊക്കെ ആയിരിക്കും കൂടുതലും പ്രശ്നം ഉണ്ടാക്കുക. ചിലർ മൈൻഡ് അങ്ങനത്തെ ഒരു മൈൻഡിൽ നടക്കുന്നവരും ഉണ്ടാവും. സമൂഹത്തിന്റെ ചിന്താഗതി മാറിക്കിട്ടണം. എന്നാൽ നമുക്ക് സ്ത്രീകൾ സുരക്ഷിതരാണ്. അങ്ങനെ കാലത്ത് കാത്തിരിക്കുക. അത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളുടേതായ രീതിയിൽ ഒരു സേഫ്റ്റി എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പുറത്ത് പോയിരുന്നാലും നമ്മളുടേതായ ഒരു ഇത് എടുക്കണ്ടേ. അപ്പോൾ പിന്നെ പകലേ നമുക്കൊരു സേഫ്റ്റി അല്ല, പിന്നെ എങ്ങനെയാണ് രാത്രിയിൽ സേഫ്റ്റി ആവണത്? പിങ്ക് പോലീസിനൊന്നും ഞാൻ രാത്രിയിൽ ഒരിടത്ത് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ? കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ഒരുക്കിയിരുന്നാലും നമ്മളുടെ കെയർ നമ്മൾ തന്നെയാണ് എടുക്കാനുള്ളത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് രാത്രിയൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റണം, ആ രീതിയിലോട്ട് വരണം. സുരക്ഷിതമായിട്ട് ചെയ്യാനുള്ള നമ്മുടെ സർക്കാരും ജനങ്ങളും എല്ലാം അതിനനുസരിച്ച് നിൽക്കണം, എങ്കിലേ പറ്റുള്ളൂ. ഡ്രഗ്സ് ഒരു ഭാഗമാണ്.
പുറത്തിറങ്ങി നടക്കാൻ പേടിക്കുന്നതിലൊന്നും ആണ്. നമ്മൾ വീട്ടിലിപ്പോൾ സുരക്ഷിതരാണോ? അല്ല. അതുപോലെ തന്നെയാണ് പുറത്ത്. ആളുകളുടെ മനോഭാവം മാറണം. മാറണം. കുറച്ചുകൂടി അല്ലേ, അതെ. സ്ത്രീകളിലെ മാത്രമല്ല പൊതുവെയുള്ള ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആവേണ്ടുണ്ട് ഇനി. അതെ. എന്നാൽ നമ്മൾ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കുമോ എന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കുന്നു? എന്തെങ്കിലും ഒരു എന്താ പറയാ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എല്ലായിടും ATM അവൈലബിൾ ആണ്. ഉം. അതുപോലെ നമുക്ക് എന്തെങ്കിലും മെഷീൻസോ നമ്മൾ എന്തെങ്കിലും ഇൻഫോം ചെയ്യും, നമുക്ക് ചിലപ്പോൾ ഫോൺ ചാർജോ ഉം. റീച്ച് കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ എന്തെങ്കിലും മെഷീൻസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ ആദ്യം അതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ആളുകളുടെ സ്വഭാവവും മനസ്സും ഒക്കെ മാറിയാലേ പറ്റത്തില്ല. അഡിക്റ്റ് ആണ് അല്ലെ? അതെ. അതാണ് ഏറ്റവും കൂടുതൽ അതെ. വലിയ വിഷയം അല്ലെ? സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ പേടിയാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞ രാത്രി ആകുമ്പോ ഭയക്കുന്ന ഒരു അതെ 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 സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതെ. അതാണ്. അതാണ് ഇതിൽ നിന്ന് ഒരിക്കലും വിമോചനം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം. മൊത്തത്തിൽ അതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പറ്റില്ല. പക്ഷെ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പണ്ടത്തെ ഈ തലമുറ ആൾക്കാരുടെ ഒരു ചിന്തയില്ലേ, അത് ഇപ്പോഴും ലൈക്ക് ഇപ്പൊ ഒബിയസ്ലി കുറച്ച് പാരന്റ്സിന്റെ ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഡെയിലി ജോലി ചെയ്യുന്നവരുടെ ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ ഹൗസ് വൈഫ്സ് ഒക്കെ ആയിട്ടിരിക്കുന്ന കുറച്ച് വുമൻസും മീൻസ് അവരുടെ കുറച്ചും കൂടി ലൈക്ക് അവരിലേക്ക് എന്തെങ്കിലും എത്തിക്കാനുള്ള ഒരു മാർഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അവരുടെ ചിന്താഗതി മാറ്റാൻ പറ്റും. മാതാപിതാക്കളെയാണ് മാറ്റേണ്ടത്, അല്ല നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾ. അങ്ങനെയല്ല, അവരാണല്ലോ ഇത് മീൻസ് ഇപ്പൊ പിള്ളേരെ ഓക്കെ ദേ ആർ സ്റ്റഡിങ് ഇറ്റ്, ദേ ആർ ഇപ്പൊ പഠിക്കുന്നു, അവർ വരുന്നു. ഇപ്പൊ പിള്ളേരെ മീൻസ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, എല്ലാവരും ഒരുമാതിരി കൊറിയൻ സ്റ്റൈലാണ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ. അപ്പൊ ഓൾറെഡി അവരുടെ മൈൻഡിൽ ആ ഒരു കോൺസെപ്റ്റും ഐഡിയ ഇല്ല. തനിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഓവർ ആവുന്നത് എനിക്ക് താല്പര്യമില്ല. ലൈക്ക് എന്റെ ഒരു കോൺസെപ്റ്റിൽ അത്യാവശ്യമൊക്കെ ആവാം, പക്ഷെ എനിക്ക് തോന്നുന്നു ഭയങ്കര ആ ഒരു ട്രെൻഡ് നമ്മൾ കോപ്പി ചെയ്യുന്നില്ലെങ്കിൽ വലിയ കാര്യമില്ല. നൈറ്റ് സാറ്റിസ്ഫൈഡ് ആണോ ഇന്നും പുറത്തിറങ്ങി നടക്കാൻ? മൈ കോൺസെപ്റ്റിൽ എനിക്ക് പേഴ്സണലി ഇപ്പൊ പ്രശ്നമില്ല, ലൈക്ക് അല്ല. പ്രശ്നമില്ല. പക്ഷെ പ്രശ്നമുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഈ ഒരു സിറ്റിയിൽ ഇപ്പൊ എനിക്കൊന്നും വലിയ കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ ദർ ആർ സം. ഇപ്പൊ പിങ്ക് പോലീസിനെ പറ്റി എന്താണ് അഭിപ്രായം? ആക്ച്വലി അത് നല്ലൊരു എന്താ പറയാ, ദി ആർ വർക്കിംഗ് ലൈക്ക് നൈറ്റ് ഒക്കെ നമുക്ക് കാണാം, ദി ആർ ഡൂയിങ് ദിയർ വർക്ക് വെരി വെൽ. മോർ കുറച്ചും കൂടിയും എന്താ പറയുക വിജിലൻറ്റ് അവരാവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. ബട്ട് നല്ലതാണ്. ലൈക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തമിഴ്നാട് റീൽ കണ്ടായിരുന്നു, ഒരു സേഫ്റ്റിയുടെ ഒരു സംഭവം ലൈക്ക് ഇൻസ്റ്റാൾഡ് ഇൻ ഗേൾസ് ആപ്പ്. സോ നൈറ്റൊക്കെ ബസ് കയറി ഇറങ്ങുന്ന ഒരു നൈറ്റ് ടൈമിൽ ഇപ്പോൾ ഒരു 2 o'clock വെളുപ്പിന് ഒരു 2 മണിക്കൊക്കെ ബസ് കയറി ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഒരു ആരെങ്കിലും ലിഫ്റ്റ് ചോദിക്കുമ്പോഴേക്കുള്ള ഒരു ആഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആഡൊക്കെ ലൈക്ക് ആ ഒരു ആഡ് ത്രൂ ഒരു സുരക്ഷയുടെ ഒരു സംഭവമായിരുന്നു അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിലൊക്കെ. സോ ആ ഒരു കേസൊക്കെ ഇവിടെ കേരളത്തിലും വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി കുറച്ചും കൂടി ബെറ്റർ, കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. ഒരു പരിധിവരെ സുരക്ഷിതരാണ്. അതിൽ ചില വീഴ്ചകൾ വരുന്നുണ്ട്. അത് നിയമപാലകന്മാരുടെ അശ്രദ്ധ കൊണ്ടാണ് സംഭവിക്കുന്നത്. മാറ്റം വരുത്തുന്ന പോലീസ് കൺട്രോൾ റൂമും നന്നായിട്ട് ശ്രദ്ധിക്കുക. അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് അവർക്ക് ഫ്രീയോണമായി നടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതിന് ബന്ധപ്പെട്ട അധികാരികൾ മുൻകൈയെടുത്ത് സ്ക്വാഡ് വർക്ക് നടത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കേരളത്തിൽ മറ്റുള്ള ശതമാനം പ്രദേശങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടിരുന്നു. അതിൽ എത്രയോ സുരക്ഷിതരാണ് കേരളത്തിലെ സ്ത്രീകൾ. സർക്കാരിൻ്റെ മാറ്റമല്ല, നമ്മൾ സ്വയം സാമൂഹ്യ സംഘടനകളും എല്ലാവരും ഒത്തുപിടിച്ചത് കൊണ്ടുള്ള ഒരു മാറ്റമാണ്. 100%. ആദ്യം രാത്രി സ്ത്രീകൾ പോകുന്നത് ശരിയല്ല. ഇപ്പം ഷോപ്പുകൾ നേരത്തെ ഉണ്ടായിരുന്നത് 12 മണി മുതൽ 1 മണി മുതലൊക്കെയാണ് ജില്ലകളിലൊക്കെ ഷോപ്പുകൾ തുറക്കാറുണ്ട്. പോലീസിൻ്റെ നിബന്ധന കൊണ്ട് 10 മണിക്കൊക്കെ അടച്ചു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ സ്ത്രീകൾ പുറത്തു പോകുന്നതിനോട് യോജിക്കാൻ പറ്റില്ലല്ലോ. അല്ലാണ്ട് അത്യാവശ്യഘട്ടത്തിൽ ഹോസ്പിറ്റലായിട്ടും മറ്റു ആവശ്യങ്ങൾക്കും കല്യാണ ആവശ്യത്തിന് അവർ സ്വതന്ത്രമായി പോകാനും വാഹനത്തിൽ പോകാനുള്ള സാഹചര്യം അവർക്ക് സുരക്ഷിതത്വം അനിവാര്യ ഘടകമാണ്. എത്ര നൈറ്റിലാണെങ്കിലും ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നതും തമ്മാനം വരുന്ന വീട്ടിൽ വണ്ടി എടുത്തിട്ട് ഞാൻ വരാറുണ്ട്, പോകാറുണ്ട്. ഞാൻ അമ്മയ്ക്ക് സുഖമില്ലാണ്ടാകുമ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട്. എനിക്കൊരു പ്രശ്നം ഇതുവരെ എനിക്ക് അനുഭവിച്ചിട്ടില്ല പേഴ്സണലി. എൻ്റെ സഹായത്തിന് വിളിച്ചാലും തമ്മാനൂർ പോലീസ് സ്റ്റേഷനായാലും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരാറുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിൽ ഞാൻ അങ്ങനെ പറയുള്ളൂ. മാറ്റം വരുത്തേണ്ടത് മനുഷ്യരിലല്ലേ. ഒരു ടൈം കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത് എന്നുള്ള പാരൻസിൻ്റെ ഇൻസ്ട്രക്ഷൻ അതൊക്കെ ഉള്ളത്, ഭർത്താക്കന്മാരുടെ ഇൻസ്ട്രക്ഷൻ അതൊക്കെ ഉള്ളത് അതുകൊണ്ടാണ്. മാക്സിമം ആസ്വദിക്കുക, അവരവരുടെ ഫ്രീഡം മാക്സിമം ആസ്വദിക്കുക, അവരുടെ ലിമിറ്റിൽ നിന്നുകൊണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കോൺഫിഡൻ്റ് ആയിട്ട് പുറത്ത് പോവുക, നടക്കുക, അവരുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുക. ഇപ്പം എല്ലായിടത്തും ആണുങ്ങളാരും ഇല്ലല്ലോ സഹായത്തിനൊന്നും. ഇപ്പം കുട്ടികളെ തൊട്ട് എല്ലാവരും പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇപ്പം എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ കോൺഫിഡൻസ് ആണെന്നേ ഞാൻ പറയുള്ളൂ. നമ്മൾ ഡീൽ ചെയ്യുന്ന എങ്ങനെ അതുപോലെ ഇരിക്കും. ഒരു പേടിയൊന്നും കാണിക്കാതെ നമ്മളൊക്കെ പോയി, അതെ, ഫിസിക്കലി ബോൾഡാണ്. നമ്മൾ പേടിയൊന്നും കാണിക്കരുത്. അതുപോലെ അങ്ങ് ആൾക്കാർ നമ്മളടുത്ത് അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യത്തുള്ളൂ. അതെ, നമ്മൾ പേടിയും ഭയവും ഒക്കെ കാണിച്ച് പയ്യന്മാരൊക്കെ കാണുമ്പോൾ അങ്ങനെ കാണിച്ച് അവർ കൂടുതൽ കാണിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള അങ്ങനെയാണ്.
കുറച്ച് 5 ഇയേഴ്സിന് മുമ്പ് നോക്കുമ്പം ഇപ്പൊ കുറച്ചും കൂടെ കുട്ടികൾ വെളിയിറങ്ങി നടക്കുന്നുണ്ട് നൈറ്റ് ടൈം ആയെങ്കിലും. എന്നാലും സുരക്ഷിതരാണെന്ന് പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ടും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഇപ്പോഴും സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ട് ജെൻസിന്റെ സൈഡിൽ നിന്ന്. അതെ 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 സമൂഹം മാറണം, ഓരോരുത്തരും വിചാരിക്കണം. അതെ 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 ഇപ്പോ ഈ ഒരു പിങ്ക് പോലീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ? അതെ അതെ സാറ്റിസ്ഫൈഡ് ആണോ നിങ്ങൾ ഓരോരുത്തരും? എന്തോ അത് അത്രമാത്രം പ്രാവർത്തികമാവുന്നുണ്ടോന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമ്മൾ കാണുന്നില്ല പ്രശ്നങ്ങള്. അല്ല, നമ്മളെ പ്രശ്നങ്ങളാ കൂടുതൽ നമ്മൾ കാണുന്നത്. എല്ലാം ഇങ്ങനെ എല്ലാം ഈസി ആയിട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാലും മുമ്പത്തെ ഒരു 5-6 വർഷത്തെ അപേക്ഷിച്ച് ഇപ്പൊ നൈറ്റ് ലൈഫ്, പെൺകുട്ടികൾ കൂടുതൽ പുറത്തോട്ട് വരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഈ രാത്രികാലം ഭയക്കുന്നത്? എന്തുകൊണ്ട് ഭയക്കുന്നത് ഇപ്പൊ ആണുങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെയാണ്. മെയിൻ കാരണം? അങ്ങനെയും പറയാം. ഫെസിലിറ്റീസ് എന്ന് പറയുന്നതിനുപരി ഓരോ വ്യക്തികളും മാറണം. മാറണം. സമൂഹത്തിന് സെൽഫ് കോൺഫിഡന്റ് ഉണ്ട്. അത് പെൺകുട്ടികളുടെ സൈഡിൽ നിന്ന് അത് വേണം. ആൺകുട്ടികളുടെ സൈഡിൽ നിന്ന് പെൺകുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു മനോഭാവം ഉണ്ടാവണം. ഇപ്പം നമുക്ക് പുറത്തു പോകാം, പക്ഷെ ചില സ്ഥലങ്ങളിനെ അപേക്ഷിച്ചിട്ട് ചില സ്ഥലത്ത് ഇത് ലിമിറ്റഡ് ആകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതായത് ഇപ്പം നമ്മൾ രാത്രി കാലങ്ങളിൽ പുറത്തു പോകാം. ചിലർ സ്വാതന്ത്ര്യത്തിനെ പറ്റി പറയുമ്പം രാത്രി കാലങ്ങളിൽ പുറത്തു പോകുന്നത് അത്ര ഓക്കെ അല്ലാട്ട് പറഞ്ഞു. പക്ഷെ നമ്മളൊരു പ്രത്യേക സ്ഥലത്ത് ഇരുന്നിട്ട് അങ്ങനെ അല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. നമ്മൾ ആദ്യമേ നമ്മൾ പുറത്തിറങ്ങണം. പിന്നെ ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് എല്ലായിടത്തും ചില സ്ഥലങ്ങൾ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ അങ്ങനെ ഡേഞ്ചർ ആക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാലും നമ്മൾ അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനാണെന്ന് കുറേ പേർക്ക് കൊടുത്ത ചില സ്ഥലങ്ങളിപ്പം ഒറ്റപ്പെട്ട സ്ഥലങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ഓൾറെഡി ഇപ്പം ആരും കാണത്തില്ല. ഇപ്പം രാത്രിയിൽ ഇറങ്ങുന്ന ആൾക്കാർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പം അതിന് നമ്മൾ സർക്കാർ ഇപ്പോൾ പിങ്ക് പോലീസ് എന്ന് പറഞ്ഞ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? ടോൾ ഫ്രീ ഒക്കെ. അത് നമുക്ക് സെക്യൂർ ആണോ കാര്യത്തിൽ? എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ അവർ മ്യൂസിയത്തിൽ വെച്ചിട്ട് അപ്പം തന്നെ അവർ ചെന്നിട്ടുണ്ട്. മാർഷൽ ആർട്സ് അറിഞ്ഞിരുന്നാലും നല്ലതാണ്, വളരെ നല്ല കാര്യമാണ്. പിന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും നമ്മളൊരു മാർഷൽ ആർട്ട് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ജൂഡോ കരാട്ടെ അങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പൊതുവെ ഒരു അവയർനെസ് ഉണ്ടാകണം. ഇതൊന്നും ഒരു വിലക്കപ്പെട്ട, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നമില്ലേ, അത് സ്ത്രീകൾക്ക് എന്ന് പറയുന്നില്ല നമ്മൾ. അപ്പം അങ്ങനെ ചോദിക്കേണ്ടാത്തൊരു സമൂഹത്തിൽ ആണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് മൊത്തത്തിലൊരു അവബോധം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി മാറുമെന്നും തോന്നുന്നു. നമ്മൾ കുറച്ച് പേര്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പോവുക, രാത്രി ഇറങ്ങി നടക്കുക. കുറേ ഇപ്പം നമുക്ക് പറ്റുന്നവർ കോൺഫിഡന്റ് ആണെങ്കിലും ഓക്കെയാണ്. നമ്മൾ അതുണ്ടാക്കിയെടുക്കുക. നമുക്കിതിനെ മൊത്തത്തിൽ ഇപ്പം ഒന്നും അതായത് ഇത് ചെയ്യാനേ പാടില്ല എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ അവർ അതിനെ സ്വാതന്ത്ര്യം പറയും. പക്ഷേ ആണെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ ഇപ്പം നമ്മൾ പറയും മറ്റൊരാളുടെ മൂക്കിൻ്റെ തുമ്പത്ത് വരെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് അല്ലേ? അപ്പം മറ്റൊരാൾക്ക് മോശം വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഹാനികരമാകുന്ന രീതിയിൽ നമുക്ക് പോകാൻ പാടില്ല. നമ്മുടെ ഇതിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനതിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല, എനിക്ക് വലിയ താല്പര്യമില്ല. അതെ, അതൊരു ലിമിറ്റ് വേണം. അഡിക്റ്റ് ആവാൻ പാടില്ല. ഇല്ല, വേറൊരാൾക്കൊരു ഹാനികരമാകുന്ന രീതിയിൽ അത് പാടില്ല. കുറച്ചും കൂടി, അതായത് നമ്മളിപ്പം കുറച്ചും കൂടി ഒരു പ്രൊട്ടക്ഷൻ ലെവൽ കുറച്ചും കൂടി ഒരു ഹൈ ആക്കി കഴിഞ്ഞാൽ അതെ. ഇപ്പം ഇടയ്ക്ക് നമ്മളിപ്പം പിങ്ക് പോലീസ് വന്നു, അതേപോലെ ഇതുണ്ട്, കോള് വിളിക്കാനായിട്ട് പറ്റും, ആപ്പുകളുണ്ട്. അപ്പം അതേപോലെ സിസ്റ്റം കുറച്ചും കൂടി നല്ല കിട്ടും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സ്ത്രീകൾക്കൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാണല്ലോ വരുന്നുണ്ട്. നമുക്ക് ഇല്ലാതാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വരുന്നുണ്ട്. അപ്പം നമ്മളപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രിക്വേഷൻ എന്നുള്ള നിലയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടം അതാണ്. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പം ഒരു സമയം കഴിഞ്ഞാൽ ആൾക്കാർ അതായത് മയക്കുമരുന്നും ലഹരിയും മദ്യപാനവും അങ്ങനെയുള്ള സകല സാമൂഹിക വിരുദ്ധ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് വഴിയിലിറങ്ങി നിൽക്കുന്നത്. ഇത്രയും ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് കേരളത്തിൽ അല്ലേ? പിങ്ക് പോലീസൊക്കെ. എന്നാൽ പോലും സ്ത്രീകൾ ഭയക്കുന്നുണ്ട് പുറത്തിറങ്ങി നടക്കാൻ. ഭയക്കുന്നുണ്ട് തീർച്ചയായും. ഒരു സമയം കഴിയുന്നു വെച്ചാൽ രാത്രി ഒരു 10 മണിക്ക് ശേഷമുള്ള സമയത്ത്, അതിന് മുമ്പ് അത്ര പ്രശ്നമില്ല. നമ്മൾ ട്രെയിനിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം ലേഡീസ് കാണും, ബസ്സിൽ പോകുമ്പോഴോ അത്യാവശ്യം ലേഡീസ് കാണും. നമുക്ക് ഒരു 10 മണിക്ക് ശേഷം പുറത്തിറങ്ങുന്നത് അത്ര സേഫ് അല്ല. എന്ന് വെച്ചെന്നാൽ പിങ്ക് പോലീസിൻ്റെ സേവനം കൃത്യമായിട്ട് കിട്ടുക
സെക്യൂർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ഒരു ആ ഒരു കാഴ്ചപ്പാട് വന്ന വ്യത്യാസവും യാത്രയൊക്കെ ഒഴിവാക്കുക, കഴിയുന്നതും നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക. മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കുന്നത്, ഈ കരോട്ടെ, ഇതൊക്കെ അതൊക്കെ നല്ലതാണ്, അതൊക്കെ നല്ലതാണ്, അതൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. നല്ലതാണ്. ജെൻസ് ആയാലും ലേഡീസ് ആയാലും ആരാണെങ്കിലും സ്വയരക്ഷയ്ക്കുള്ള മാർഗ്ഗങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇപ്പം പുരുഷന്മാരാണെങ്കിലും രാത്രി കാലങ്ങളിൽ പലപ്പോഴും പല അക്രമങ്ങളും ഉണ്ടാകാറുണ്ട്. മാത്രമല്ല അല്ല, പലപ്പോഴും രാത്രികാലങ്ങളിലാണല്ലോ അക്രമങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്. അതായത് കുട്ടികൾക്ക് ചെറുപ്രായം മുതൽ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ബോധവൽക്കരണം കൊടുക്കുക. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കാണെങ്കിലും അതിനുള്ള ക്ലാസ്സും കാര്യങ്ങളും കൗൺസിലിങ്ങും അങ്ങനെയൊക്കെ ഒരു വ്യാപകമായിട്ട് ഉള്ള ഒരു വേണം തീർച്ചയായിട്ടും. എല്ലാം ഉണ്ട്. ഒരു അസമയത്ത് നമ്മൾ പോവുകയാണെങ്കിൽ പലപ്പോഴും ഈ റോഡ് സൈഡിലൊക്കെ പലരും ഈ ഒറ്റയ്ക്ക് നിന്ന് അല്ലെങ്കിൽ ബൈക്കിലൊക്കെ വന്ന് റോഡിന്റെ സൈഡ് ചേർന്ന് നിന്ന് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം. അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു ഭയം തോന്നും. നേരത്തെ സെക്യൂർ ആയിരുന്നു, പക്ഷെ ഇപ്പം അല്ല. മണിപ്പൂരിലൊക്കെ ഓരോ വിഷയങ്ങളുണ്ട്. അത്യാവശ്യം നമ്മൾ കേരളം സെക്യൂർ ആണ്. നമ്മുടെ ഗവൺമെന്റ് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബെറ്റർ ആവാനുണ്ട്. അപ്പം അതുകൊണ്ട് അതിനുള്ള ഒരു നീക്കങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇപ്പോൾ തന്നെ ഉണ്ട്. ഇനി മുമ്പോട്ട് കൂടുതലും ഇതിനെതിരെ നടപടികളൊക്കെ ഗവൺമെന്റ് എടുക്കും. തീർച്ചയായും. ഞാൻ രാത്രികാലങ്ങളിൽ പോകാറുണ്ട്. വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്, എറണാകുളത്ത് എൻ്റെ വീട്. പക്ഷെ ഇന്ന് വരെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. സെക്യൂർ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ എല്ലാവരും അല്ല, പക്ഷെ എല്ലായിടത്തും ഒരുപോലെ അല്ല. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളം അത് ഓക്കെയാണ്. ഫെസിലിറ്റീസ് ആഗ്രഹിക്കുന്നുണ്ടോ? വന്നാൽ നല്ലതാ, കുറച്ചുകൂടെ ബെറ്റർ. ഈ ഭയം വേണ്ടി വരില്ല അല്ലേ? ഡ്രഗ്സ് ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ടോ? പല സ്ഥലത്തുണ്ട് അങ്ങനെയൊക്കെ കേൾക്കുന്നത്. ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ പേഴ്സണലായിട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ല. ഞങ്ങൾ അത്യാവശ്യം രാത്രി പുറത്ത് പോണവരാണ്. ഇവിടുത്തെ എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ടോട്ടലി നോക്കുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് വേറെ ഉണ്ടാവാം. ഓരോ മീഡിയയിൽ ഓരോ ദിവസം ഓരോ ഇഷ്യൂസ് ആണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇഷ്യൂസ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. മീഡിയയോട് പറയാം, മീഡിയയുടെ ഭാഗത്തുനിന്ന് എൻ്റെ സപ്പോർട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കും. കുറേ ബോധവൽക്കരണം പോലുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. പോകാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വരുന്ന തലമുറകളോട് എന്താണ് പറയാനുള്ളത്? അത് ഇതുപോലെ തന്നെ നിങ്ങൾ അതാണ് അവരുടെ ഒരു റൈറ്റ്സ്, അവരുടെ ഒരു കണ്ടീഷൻ, അതെല്ലാം അവർ അവെയർ ആയിട്ടിരിക്കുക. നമ്മൾ പോകുന്നൊരു സ്ഥലത്തെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടാവുമല്ലോ. പോകാൻ പറ്റാത്തൊരു സ്ഥലമാണെങ്കിൽ ഞാനവിടെ പോയി കാണിക്കും എന്നുള്ളൊരു റിസ്ക് എടുക്കാൻ എല്ലാവരും നമ്മൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ മനഃപൂർവ്വം നമ്മളായിട്ട് ഒരെണ്ണത്തിൽ ചെന്ന് ചാടാണ്ടിരിക്കാൻ ശ്രമിക്കുക. മാർഷൽ ആർട്സ് പഠിച്ചത് പഠിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാനേ ഞാൻ പറയുള്ളൂ. കാര്യം നല്ലതാണ്, തീർച്ചയായിട്ടും നല്ലതാണ്. ഒരു അത്യാവശ്യത്തിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രെയിനിലൊക്കെ വെച്ചിട്ടൊക്കെയുള്ള ഇഷ്യൂസ് ഒക്കെ ഇല്ല, ഒരുപക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ രാത്രികാലങ്ങളിൽ ഒരു ഭയപ്പാട് തന്നെയാണ് ഇല്ലേ? അതെ, ഇരുട്ടെന്ന് പറയുമ്പോൾ കുഞ്ഞിലേ നമ്മളെ അങ്ങനെയാണല്ലോ വളർത്തിക്കൊണ്ട് വരുന്നത്. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പണ്ടത്തെ ഒരു രീതി അല്ലല്ലോ ഇപ്പം. ഇപ്പൊ ഒരുപാട് മാറിയില്ലേ, ഒരുപാട് മാറ്റങ്ങളില്ലേ. ഇനിയും മാറാതിരിക്കില്ലല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിൽ അതത്ര സുരക്ഷിതമല്ല. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയാൽ കൽക്കട്ട അവിടെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ ഞാൻ നിന്നിട്ടുള്ളപ്പോൾ നമുക്ക് രാത്രി ഒരു 10:30-11 മണിയായാലും 1 മണി 2 മണി ആയാലും അവിടെ സ്ത്രീകൾ ഇങ്ങനെ തന്നെ നടക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അതൊരു സുരക്ഷിതമല്ല. സർക്കാർ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിങ്ക് പോലീസൊക്കെ, അത് നമുക്ക് ഇന്നും അത് സെക്യൂർ ആണോ? അതിലൊക്കെ നമ്മുടെ അനുഭവങ്ങൾ കാണിച്ചു തരുന്നതല്ല എന്നാണ്. കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുമോ? ഒരു കുറച്ചുകൂടെയൊക്കെ ഒരു ഡെഡിക്കേഷൻ വന്നാൽ പുറത്തിറങ്ങി നടക്കുന്നതിനോട് എനിക്കധികം യോജിപ്പില്ല. സ്ത്രീകൾ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. കാരണം ഇപ്പോഴത്തെ സാഹചര്യം ഏത് വിധത്തിലും നമ്മളെ ഒരു തെറ്റിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് സാഹചര്യങ്ങളെ മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ അതിൽ നിന്ന് മാറുക എന്നുള്ളതേ ഉള്ളൂ. എന്നാലും കുറച്ചുകൂടെ നമ്മൾ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഫെസിലിറ്റീസ് ആഗ്രഹിക്കുന്നു. സർക്കാരിൽ നിന്ന് അവർ തന്നാലും നമ്മളിപ്പം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട് വീട് കയറി ആക്രമിക്കുന്നതും ഒക്കെ കണ്ടു. അവിടെയൊക്കെയും പോലീസിൻ്റെയൊക്കെ ഇടപെടൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അതിനൊരു സുരക്ഷിതമായ അന്തരീക്ഷം അല്ല അവിടെയെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. അത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. പഠിക്കുന്നുണ്ടല്ലോ ഈ കാലഘട്ടം, അതൊക്കെ നല്ലതാണോ? പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ നമുക്കത് സ്വയം രക്ഷപ്പെടാൻ അത് ഉപകരിക്കും. ഇപ്പം നമ്മൾ കൂടുതലും യുവജനങ്ങളായാലും കുട്ടികൾ പോലും സ്കൂളിലെ അന്തരീക്ഷങ്ങളിൽ പോലും ഇതിന് അടിമകളായെന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളല്ലാതായി മാറുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ കാണിച്ചു കൂട്ടുന്നതെന്നുള്ളത് നമ്മൾക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതും ഒരു കാരണമാണ്. വരും തലമുറയോട് എന്താണ് പറയാനുള്ളത്?
വരും തലമുറയോട് പറയാനുള്ളത് കുറേ കൂടിയൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുക. ഒപ്പം അവർ തന്നെ അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക, ആയിരിക്കുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം സ്വയം അതിൽ നിന്ന് മാറിയിട്ട് അവരൊരു നന്മയുടെ വഴിയിൽ ഞാൻ ചരിക്കും എന്നുള്ള ഒരിതിൽ അവർ തന്നെ എത്തിച്ചേരുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ തന്നെയാണെങ്കിലും നമുക്ക് ഇങ്ങനെ രാത്രി ഒരു 10 മണി കഴിഞ്ഞാൽ പേടിച്ചല്ലേ നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഇപ്പോൾ ഒറ്റയ്ക്ക് പിള്ളേർക്ക് ഒരിടത്തും പോകാൻ പറ്റത്തില്ല. പെൺപിള്ളേർ പ്രത്യേകിച്ചും പോകുമ്പോൾ അമ്മമാർ കൂടെ പോകേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. നമുക്ക് ഇന്ന് സർക്കാർ പിങ്ക് പോലീസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? അത് നമ്മൾ സെക്യൂർ ആണോ ആ കാര്യത്തിൽ? പിങ്ക് പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. മെച്ചപ്പെടാനെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനൊരു സൗകര്യം വേണം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലായ പോലെ ഒരു കൊച്ചു പേടിച്ച് ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. എന്നാൽ കുറച്ചുകൂടെ നമുക്ക് ബോൾഡ്നെസ് ആവും അല്ലേ? അതെ, ഭയപ്പാടില്ല. ഇല്ല, നമ്മൾ സെൽഫ് കോൺഫിഡന്റ് ആണ് ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത്. വേണ്ടത്. സർക്കാർ എല്ലാത്തിലും അവൈലബിൾ ആണ്. ആ, ഇനി കുറച്ചുകൂടെ മെച്ചപ്പെടാൻ ഉണ്ടോ? നമ്മുടെ നാട് കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച്. കാരണം അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, അവർക്കൊരു സംരക്ഷണം കിട്ടും. അതായത് പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട്. പിന്നെ സിറ്റിയിൽ ഏകദേശം എല്ലാവരും സേഫാണ്. ഞാൻ ജോലി കഴിഞ്ഞ് ദൂര സ്ഥലങ്ങളിൽ നിന്നും 1 മണി സമയത്തൊക്കെ തമ്പാനൂർ സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ സേഫാണ്. സ്ത്രീകൾ സിറ്റിയിൽ സേഫാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളെ സിറ്റിയിലെ കാര്യം, തിരുവനന്തപുരം സിറ്റിയിലാണ് ഇപ്പം ഞാൻ താമസിക്കുന്നത്. അപ്പം അവിടെ സേഫാണ്. വസ്ത്രധാരണം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് വസ്ത്രധാരണം ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. അത് പക്ഷേ ഓൾഡ് ജനറേഷൻ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇല്ല, ഞാൻ ഉൾപ്പെടെയുള്ള അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇപ്പൊ എന്റെയൊക്കെ ഒരു മകളാണെങ്കിൽ ആ മകളെ വസ്ത്രധാരണം ചെയ്യിക്കണമെന്ന് ആ മാതാവിന് ഒരു ഉൾക്കാഴ്ച ഉണ്ടാവണം. കാരണം പുറത്തുള്ള ആളുകൾ ഏത് തരത്തിൽ ആ കുഞ്ഞിനെ വീക്ഷിക്കും എന്ന് ആ മാതാവ് മനസ്സിലാക്കണം. വോയിസ് ഓഫ് പീപ്പിളിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.